Bismillahirrahmanirrahim. Assalamu alaikum. Alhamdulillah wassalatu wassalamu ala rasulil amin wa ala alihi washabihi ajma'in. പ്രിയമുള്ള കൂട്ടുകാരെ, ധാരാളം ആളുകൾ മീറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ആളുകൾ വരാനുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട കുറെ മുഖങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. അതേപ്രകാരം അതുപോലെ കുട്ടികൾക്ക് പകരം കുറെ രക്ഷിതാക്കളും കാണുന്നുണ്ട്. പരമാവധി നിങ്ങളുടെ മക്കളെ കൂടി കൂട്ടി വരണം എന്ന് ഒരു അപേക്ഷയുണ്ട്. രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ മക്കളെ കൂടി പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക. ഇഗ്നൈറ്റ് യുവർ പാഷൻ റമളാൻ ഓൺലൈൻ കോമ്പറ്റീഷന്റെ ഭാഗമായി നടത്തുന്ന രണ്ടാമത് ഓൺലൈൻ മീറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇഗ്നൈറ്റ് യുവർ പാഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞതിൽ നിന്നും നമ്മുടെ ഗ്രൂപ്പിലൂടെ വന്ന ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇന്നത്തെ മീറ്റിംഗിൽ നമുക്ക് വളരെ വിശിഷ്ടനായ ഒരു അതിഥിയാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പരിചയപ്പെട്ടത് ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവരുകളെയായിരുന്നു. മതം, ദൈവം, ശാസ്ത്രം എന്ന തലക്കെട്ടിലുള്ള ഒരു അവതരണവും അതിനെ തുടർന്നുള്ള ചർച്ചയുമാണ് നടത്തിയത്. തികച്ചും വ്യത്യസ്തമായ ഒരു അതിഥിയാണ് ഇന്ന് നമുക്കുള്ളത്. ഞാൻ അദ്ദേഹത്തെ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഇതിലേക്ക് സ്വാഗതം ചെയ്യണം. അദ്ദേഹം PC മുസ്തഫ. നേരത്തെ ജസ്റ്റ് നിങ്ങൾ ഗ്രൂപ്പിൽ കണ്ടു കാണും. ഒരുപക്ഷെ പത്രങ്ങളിലൂടെയും മറ്റും അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ വരാൻ പോകുന്ന ഒരു ടാസ്കുമായി അദ്ദേഹത്തിന്റെ ഈ അവതരണത്തിന് ചില ബന്ധമുണ്ട്. നമ്മുടെ ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്ന അവനവനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു. രണ്ടാമത്തെ ടാസ്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. ഇനി സ്വർഗം, എന്റെ അഭിനിവേശം, അടുത്ത ടാസ്ക് വന്നു കഴിഞ്ഞു. അതുപോലെ ജീവിത വിജയത്തിനുള്ള പ്ലാനിങ്, രണ്ട് തരത്തിലുള്ള പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. ഒന്ന് പരലോകത്തെ വിജയം ആവശ്യമാണ്, അതുപോലെ ഇഹലോകത്തെ വിജയവും നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവണം, പരലോകത്ത് നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ വിടാൻ പാടില്ല. രണ്ട് ലോകവും നമുക്ക് വിജയിക്കണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ അതിഥി ഈ ലോകത്ത് അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് വിജയിച്ച ഒരു മഹൽ വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മിസ്റ്റർ PC മുസ്തഫ. അദ്ദേഹം നമ്മുടെ കേരളത്തിലെ പറയുമ്പോൾ പിന്നോക്ക ജില്ല എന്നൊക്കെ പറയാറുള്ള വയനാട് ജില്ലയാണ്. ആ ജില്ലയിൽ നിന്ന് വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ നിന്ന്, അദ്ദേഹം തന്നെ പറയുന്നത്, സ്കൂളിൽ ഉച്ചഭക്ഷണം ഉള്ളത് കൊണ്ടാണ് ഞാൻ കൃത്യമായ സ്കൂളിൽ പോയിരുന്നത്, വീട്ടിലെ സാഹചര്യം വെച്ചുകൊണ്ട്. അങ്ങനെ ആ ഉച്ചഭക്ഷണത്തിന് വേണ്ടി സ്കൂളിൽ മുടങ്ങാതെ പോയ ഒരു സാഹചര്യം മുതൽ വലിയ ഒരു സ്വപ്നം ജീവിതത്തിൽ കാണുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിയാണ്. ID ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഇന്ന് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ, UAE, ഇന്ത്യ, US തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ID ഫുഡ് പ്രൊഡക്ട്സിന്റെ ഫൗണ്ടറും അതിന്റെ CEO-യുമാണ് ഇന്ന് അദ്ദേഹം. 2006 കേവലം 25,000 രൂപ മുതൽ മുടക്കിൽ തുടങ്ങി ഇന്ന് 13-14 വർഷം പിന്നിട്ടപ്പോ 350-400 കോടി വാർഷിക വിറ്റുവരവുള്ള ഒരു വലിയ കമ്പനിയായി അത് വികസിച്ചു കഴിഞ്ഞു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കസിൻ ബ്രദേഴ്സുമാണ് അതിലെ പാർട്ട്ണർമാർ. ധാരാളം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഫോർബ് ടൈക്കൂൺസ് ഓഫ് ടുമോറോ, ഇന്ത്യ ടുഡേയുടെ മേക്ക് ഇൻ ഇന്ത്യ അവാർഡ്, JCI നാഷണൽ അവാർഡ്, വൊക്കേഷണൽ എക്സലൻസ് അവാർഡ്, എന്റർപ്രനർ ഇന്ത്യ അവാർഡ്, IIMB ഡിസ്റ്റിംഗ്വിഷിംഗ് അലുമിനി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ബിസിനസ് രംഗത്ത് അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഹാർവാർഡ് ബിസിനസ്
സ്കൂളിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ MIT സ്ലോൺ, അതുപോലെ യുണൈറ്റഡ് നാഷൻസ് ഒക്കെ ഗസ്റ്റ് പ്രഭാഷകനായി അദ്ദേഹം പങ്കെടുക്കുകയാണ്. അങ്ങനെ ബിസിനസ് രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹൽ വ്യക്തിയാണ് മിസ്റ്റർ PC മുസ്തഫ. അദ്ദേഹത്തെ നമുക്ക് ഇപ്പോൾ കിട്ടി എന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. കാരണം ബിസിനസ് രംഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹൽ വ്യക്തിയുടെ കുറെ സമയം നമുക്ക് വേണ്ടി അദ്ദേഹം നീക്കിവെച്ചു. ഈ ഒരു ലോക്ക്ഡൌൺ കാലം ഒരുപക്ഷെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് സൃഷ്ടിക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കാവുന്നതാണ് ഈ സന്ദർഭം. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ PC മുസ്തഫ, ഞങ്ങളുടെ ടീം ഇന്ത്യയെ കുറിച്ച് ചെറുതായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ടീം ഇന്ത്യ. ഇത്തരത്തിലുള്ള ഇപ്പോൾ റമദാനിൽ നടത്തുന്ന മത്സരങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതുപോലെ അവരുടെ കായിക വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വൈജ്ഞാനിക നിലവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ ധാർമ്മിക സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ടീം ഇന്ത്യ നടത്തി വരുന്നുണ്ട്. റൺ ഫോർ ഫ്രീഡം എന്ന് പറയുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തുന്ന പരിപാടിയുണ്ട്. അതുപോലെ അവധിക്കാലങ്ങളിൽ കുട്ടികൾക്ക് നടത്തുന്ന വ്യത്യസ്ത പരിപാടികളുണ്ട്. റബുവ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ വ്യക്തിത്വ വികാസം ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്റർവ്യൂവും അതുപോലെ അഭിമുഖവും ടെസ്റ്റും നടത്തി തെരഞ്ഞെടുത്ത് നടത്തുന്ന കുട്ടികളെ ഒരു വർഷം തോറും 50 കുട്ടികളെ സംസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കും. അങ്ങനെ അവരുടെ വ്യക്തിത്വ വികാസം, നേതൃപരിശീലനം, ഇസ്ലാമികമായ കാഴ്ചപ്പാട് ഇതൊക്കെ നൽകിക്കൊണ്ട് നാളത്തെ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ വളർത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായ പരിപാടി 10,000 നടത്തുകയുണ്ടായി. 10,000-ലധികം കുട്ടികളാണ് അതിൽ പങ്കെടുത്തത്. അങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ ടീം ഇന്ത്യ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ടീം ഇന്ത്യയുടെ ഇഗ്നൈറ്റ് യുവർ പാഷൻ പരിപാടിയിലേക്ക് താങ്കളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Thank you, Abbas bhai and Shamim for this opportunity. Bismillahirrahmanirrahim. Assalamu alaikum warahmatullahi wabarakatuh. ഞാൻ ഈ ഒരു സെഷൻ എനിക്ക് എൻ്റെ അജണ്ട പ്ലാനിങ് ആണ്. അപ്പം ഞാൻ ആദ്യം ഈ സെഷൻ ഒന്ന് പ്ലാൻ ചെയ്യണ്ടേ? നമുക്കത് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 5 minutes ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എൻ്റെ അതും ബിസിനസ്സിനോട് ഇൻട്രൊഡക്ഷൻ തരാം. ഒരു 10-15 minutes നമുക്ക് കുറച്ച് സ്റ്റോറി കേൾക്കാം, കഥ കേൾക്കാം. എന്നിട്ട് നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ അറ്റൻഡ് ചെയ്യാം. ഇത് കുറച്ച് ഇൻറ്ററാക്റ്റീവ് സെഷനായി മാറ്റാം നമുക്ക്. ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു വർക്ക്ഷോപ്പ് പോലെയാണ്. കാരണം ഞാൻ നിങ്ങളോട് കുറേ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ട് പോയിട്ട് ചെയ്യേണ്ട കാര്യമല്ലത്. എസ്പെഷ്യലി പ്ലാനിങ് യു ടു ഗെറ്റ് ഇൻവോൾവ്. അപ്പം അതാണ് ഒരു കാര്യമുള്ളത്. ദെൻ നമുക്ക് ഞാൻ ഫൈനൽ റാപ്പപ്പ് ചെയ്യാം. അപ്പം ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് PC മുസ്തഫ. ഞാൻ വയനാട്ടിലുള്ള കൽപ്പറ്റയ്ക്കടുത്ത് ചെന്നലോട് എന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഇപ്പോഴും അവിടെയുള്ള വൈദവേ ഈ ലോക്ക്ഡൗൺ ടൈമിൽ. മൈ വില്ലേജ് വാസ് സോ റിമോട്ട്. ഇംഗ്ലീഷ് മിക്സ് ചെയ്യുന്ന പ്രശ്നം ചെല്ലേ? ഓക്കെ അല്ലേ? Okay, my village was so remote that we had no electricity in my village. We had no roads in my village. School-ലേക്ക്, high school-ലേക്ക് almost 6 kilometers daily നടക്കണമായിരുന്നു. My dad was a daily wage worker. As my dad was finding it difficult to meet both ends of the family, I ended up doing the same job, which is a daily wage job, at the age of 10 with him during my weekends and holidays. School time dream was to eat breakfast, because 3-time meal was a distant dream during my childhood days. Breakfast no luxury ആയിരുന്നു. I was very poor in my studies. By the way, അന്ന് എനിക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു ബിഗസ്റ്റ് മോട്ടിവേഷൻ ഫാക്ടർ വാസ് ടു ഗെറ്റ് ദ മിഡ് ഡേ മീൽ. I was very poor in my studies. I was a school dropout. Then I went back to school with the motivation from my parents and my teachers, and I became a school topper in less than 1 year. It is not by chance. It's by planning. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. I then did my engineering in computer science. NIT നിന്ന് ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തു കമ്പ്യൂട്ടർ സയൻസിൽ.
I got a campus offer from a company called Manhattan Associates in Bangalore. And that's how I reached Bangalore. I handed over my first month's salary to my dad. He literally cried seeing that money because he had never seen that kind of money in his lifetime. അതിനുശേഷം I worked with few MNCs in India, Middle East and Europe. I managed to build a home for my parents during my stay in UAE and Dubai and Saudi. Also arranged the wedding for my sisters. I then decided to come back to India with a special purpose. അതൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനായിരുന്നു ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ തിരിച്ചു വരാനുള്ള കാരണം, ഒന്ന്, ഐ വാണ്ടഡ് ടു പെർസ്യൂ മൈ ഹയർ സ്റ്റഡീസ്. രണ്ട്, എൻ്റെ നാട്ടിൽ എന്നേക്കാളും സ്മാർട്ടായിരിക്കുന്ന കുറേ ആളുകളുണ്ട് എൻ്റെ വില്ലേജിൽ. അവർക്കൊന്നും നല്ല ജോബ് കിട്ടുന്നില്ല. ഐ വാസ് വെരി ലക്കി. എഞ്ചിനീയറിംഗ് കിട്ടി, അങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റി, കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റി. ബട്ട് ദേ വർ നോട്ട്. സോ ഐ തോട്ട് ഐ ഷുഡ് ഡു സംതിങ് ഫോർ ദം. And third, I want to spend more time with my parents. അങ്ങനെയാണ് I decided to come back to India with a proper plan. ബാംഗ്ലൂരിലായതുകൊണ്ട് തന്നെ എനിക്ക് വീക്കെൻഡ്സ് ഒക്കെ വരാനും പോകാനൊക്കെ പറ്റി. ഉപ്പയമ്മയും ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വരും. So one objective was met. Second objective was to get into do my higher studies. But this time I decided that I will do higher studies only in the best institute in the world, or best studies in India. I then managed to get into IIM Bangalore for my MBA. Angane, during my MBA days, I also started my business with my cousins. 2006 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. വെരി സ്മോൾ സെറ്റപ്പിൽ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 25,000 രൂപ വെച്ചിട്ട് ഒരു ഗ്രൈൻഡറും ഒരു മിക്സറും ഒരു വെയിങ് സ്കെയിലും ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു സീലിംഗ് മെഷീനും ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിയും വാങ്ങിച്ചിട്ട് വി സ്റ്റാർട്ടഡ് ഇൻ എ വെരി സ്മോൾ സെറ്റപ്പ്. ഒരു കിച്ചൻ്റെ 50 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ ജോബ് വാസ് ടു ഗോ ടു മാർക്കറ്റ് എവറി ഡേ, ബൈ റൈസ് ആൻഡ് ദാൽ, കം ബാക്ക്, എന്നിട്ടത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഫെർമെൻറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് ഈ സെക്കൻഡ് ഹാൻഡ് TVSൽ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിയിൽ ലോഡ് ചെയ്തിട്ട് go to market ourselves and sell it ourselves. It was not an easy job. It was a back-breaking work. Our shirt would be soaked in the sweat. But we had a plan. We didn't give up. ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇത് ഇന്ന് ഞങ്ങൾക്ക് ചാലഞ്ച് ഉണ്ടെങ്കിലും നാളെ ഞങ്ങൾക്ക് ഇത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്നുള്ളത്. ആ കോൺഫിഡൻസിൽ ഞങ്ങൾ വർക്ക് ചെയ്തു. അൽഹംദുലില്ലാ, that's a past. Today, ID is a 1,500 crore brand serving world's best breakfast. We are present in today, as on today, a team of people and store ഉണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്ന സിറ്റികളിലൊക്കെ. ഇത് എങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ ബൈ ലക്ക് മാത്രമാണോ? How did we manage to build a idli business in India? How did we build this without compromising values? And how do we consider it as a ibadat? ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിസ്കഷൻ. സോ ഇൻഷാല്ലാ ഇൻ ദ നെക്സ്റ്റ് 15-20 മിനിറ്റ്സിൽ ഞാൻ കുറച്ച് കഥ പറഞ്ഞുതരാം. കഥ ഇഷ്ടമാണോ എല്ലാവർക്കും? സ്റ്റോറീസ് ഇഷ്ടമാണോ? ഓക്കെ, അപ്പം ഞാൻ കുറച്ച് കഥ പറയാം. ഈ കഥയിൽ പല പല ക്യാരക്ടേഴ്സ് കയറി വരും, ബട്ട് എല്ലാം റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ആൻഡ് ഐ ഹോപ്പ് ദിസ് സ്റ്റോറീസ് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ ജേർണി ടു ബിക്കം ബെറ്റർ ലീഡേഴ്സ് ആൻഡ് ബെറ്റർ ഹ്യൂമൻ ബീയിങ്സ്. നമുക്ക് ഫസ്റ്റ് സ്റ്റോറി പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ സെഷൻ പ്ലാനിങ് അല്ലേ? നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടല്ലോ അല്ലേ? ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ വൈ ഷുഡ് യു പ്ലാൻ? എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നൊന്ന്
നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യോ? വാട്ട്സ് ദി ബെനിഫിറ്റ് ഓഫ് പ്ലാനിങ്? നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. വൈ ഷുഡ് വി പ്ലാൻ? To get a better result, time save ചെയ്യാം, have a better future. വെരി ഗുഡ്, നല്ല കമന്റ്സ് വരുന്നുണ്ട്. Good, very good. അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെരി ഗുഡ്. ഇവിടെ സ്റ്റക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രോഗ്രാം നന്നാകാൻ വേണ്ടിയിട്ട് വെരി ഗുഡ്. നിങ്ങൾക്ക് ഭയങ്കര സ്മാർട്ടാണല്ലോ. ഞാൻ ഉദ്ദേശിച്ചതിന് കൂടെ നിങ്ങൾ നന്നായിട്ട് ആൻസർ ചെയ്യുന്നു. വെരി ഗുഡ്, എക്സലന്റ്. ഇത് തന്നെയാണ് പ്ലാനിങ്ങിന്റെ ഉദ്ദേശം. പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് ഇത് തന്നെയാണ്. ഇപ്പൊ ഇന്നത്തെ പ്രോഗ്രാം പോലെ നമ്മൾ പ്ലാൻ ചെയ്യണം, റൈറ്റ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെ പ്ലാൻ ചെയ്യണം? വാട്ട് ഓൾ ടു ബി പ്ലാൻഡ്? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യൂ. ചാറ്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി. എന്തൊക്കെ പ്ലാൻ ചെയ്യണം? ടൈം, ഫ്യൂച്ചർ, everything to be planned. Yeah. What, when, where. Very good. Academics plan ചെയ്യണം, ജോബ് പ്ലാൻ ചെയ്യണം. ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെ പ്ലാൻ ചെയ്യും? പ്ലാൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? കുറച്ച് ആൻസേഴ്സ് വരട്ടെ. തിങ്കിങ്, വെരി ഗുഡ്. ഹാവ് എ ഗോൾ, സ്ട്രോങ് മൈൻഡ് സെറ്റ്. ലെറ്റ്സ് കം ബാക്ക് ടു ദ റിയാലിറ്റി. എന്താണ്, എങ്ങനെ പ്ലാൻ ചെയ്യണം? റൈറ്റ് ഡൗൺ തിങ്സ് ഫസ്റ്റ്. വെരി ഗുഡ്, റൈറ്റ് ഇറ്റ് ഡൗൺ. സ്റ്റഡി ദ സറൗണ്ടിങ്. അതാരാ എഴുതിയത്? നിബ്രാസ്. എക്സലന്റ്. ത്രൂ ഗൈഡൻസ് പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് 7 to 10th പഠിക്കുന്ന കുട്ടികളാണ്. ബട്ട് ആൻസേഴ്സ് ഒക്കെ നല്ല ഒരു ഗ്രാജുവേഷൻ. 7 to 10. ഓക്കെ, വെരി ഗുഡ്. സോ ഞാൻ നിങ്ങളുടെ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിന് ഒരു കുറച്ച് സ്ട്രക്ചർ പറയാം. പ്ലാനിങ്ങിൻ്റെ അകത്ത് നമുക്ക് ഒരു ലാർജ് പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചെറുതായി നോക്കാൻ പാടില്ല. ലുക്ക് അറ്റ് എ ലാർജ് പിക്ചർ. ഞാൻ ജസ്റ്റ് ഒരു കാര്യം, ഞങ്ങളുടെ ബിസിനസ് ഞങ്ങൾ പ്ലാനിങ്ങിൻ്റെ അകത്തുള്ള ഒരു കാര്യം പറയാം. ഇഡ്ലി ബിസിനസ് ബാംഗ്ലൂരിൽ എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു പ്ലാൻ വേണം. ബാംഗ്ലൂരിൽ ഒരു ദിവസം ഏതാണ്ട് 1 കോടിയിലധികം ആളുകൾ ഇഡ്ലി കഴിക്കുന്നുണ്ട്. 1 കോടിയിലധികം ഇഡ്ലി വേണം. അതിന് ഇഡ്ലി മാവ് ഉണ്ടാക്കണമെങ്കിൽ ക്ലോസ് ടു 6-7 lakhs കിലോ അത്ര ഇഡ്ലി മാവ് വേണം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ സൈസ് എത്രയാണെന്ന് വെച്ചാൽ, ഒരു ദിവസം ബാംഗ്ലൂരുകാർ കഴിക്കുന്ന ഇഡ്ലിൻ്റെ സൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 100 ആനയെക്കാളും വലുപ്പമുണ്ട്. 100 elephants വലുപ്പം ഉണ്ടാകും ഈ പറയുന്ന ഇത്ര ഇഡ്ലി കഴിക്കുന്നത്. അതാണ് ബിഗ് പിക്ചർ. അത് മനസ്സിലാക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ചിന്ത എപ്പോഴും വലുതായിരിക്കണം. പ്ലാനിങ്ങിനകത്തുള്ള ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, തിങ്ക് ബിഗ്. നമ്മളുടെ ബൗണ്ടറിക്ക് പുറത്ത് ചിന്തിക്കലാണ് പ്ലാനിങ്ങിന്റെ ഒരു പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്താണെന്നറിയോ? നിങ്ങൾക്ക് എൻ്റെ ടീഷർട്ട് ഇടാൻ പറ്റുന്നുണ്ടോ? അവിടെ ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഞാൻ പർപ്പസ്ഫുള്ളി ടീഷർട്ട് ഇട്ടതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഡ്രീം, സ്വപ്നങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വപ്നങ്ങളാണ് നമ്മളെ റൈറ്റ് വേയിലേക്ക് എത്തിക്കുന്നത്. ആ സ്വപ്നങ്ങൾ പ്ലാനിലെ മാറ്റി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ സക്സീഡ് ചെയ്യുന്നത് ലൈഫിൽ. അപ്പോൾ ഒന്ന്, നമ്മുടെ ബിഗ് പിക്ചർ കാണാൻ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് ഡ്രീം ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബാംഗ്ലൂരിലുള്ള ആളുകൾക്ക് ഒരു ദിവസം 10 ലക്ഷം ഇഡ്ഡലി വിൽക്കാൻ പറ്റും എന്നുള്ള സ്വപ്നം ഞങ്ങൾക്ക് വേണം. എന്നാലേ വിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതെവിടെ എത്തിക്കാൻ പറ്റില്ല. രണ്ടത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം,
പ്ലാനിങ്ങിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളൊക്കെ ശ്രദ്ധിക്കാനുള്ളത്, ബി പ്രിപ്പയർഡ് ഫോർ ഫെയിലിയേഴ്സ്. അതായത് പ്ലാൻ എല്ലാം വർക്ക് ചെയ്യില്ല. നമുക്കൊക്കെ പ്ലാൻ ചെയ്യാം, സ്വപ്നം കാണാം, ബിഗ് പിക്ചർ കാണാം. ബട്ട് പ്ലാനിൽ ഏതാണ്ട് പല ടൈമിലും പ്ലാന് ഫ്ലോപ്പ് ആവും, പ്ലാന് വർക്ക് ചെയ്യില്ല. വിച്ച് മീൻ, അതായത് പ്ലാൻ റിവ്യൂ ചെയ്യണം. നമ്മൾ പ്ലാനിന് അഗേൻസ്റ്റ് ആണോ എന്നുള്ളത്. മിക്കവാറും മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളുടെ പ്ലാൻ നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാച്ച് ചെയ്യില്ല. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു റിവ്യൂ ദ പ്ലാൻ കണ്ടിന്യൂസ്ലി ആൻഡ് റീവർക്ക് ദ പ്ലാൻ. അതാണ് ലൈഫിൽ പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒന്നുകൂടെ പറയാം, 3 പ്രധാനപ്പെട്ട കാര്യം. തിങ്ക് ബിഗ്, ആ ബിഗ് പിക്ചർ കാണാൻ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത്, ആ ബിഗ് പിക്ചറിലെ സ്വപ്നം കാണാൻ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തത്, ബി പ്രിപ്പയർഡ് ഫോർ ഫെയിലിയേഴ്സ്. ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഹൗ ഡു യു പ്ലാൻ എന്നുള്ളതിന് പറയാനുള്ളത്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കഥ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി തരാം, എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ആദ്യം എൻ്റെ സ്റ്റോറിന് പറയാം. 6th grade ഡ്രോപ്പ് ഔട്ടായി ഞാൻ IIM എത്തി എന്നുള്ളത് ബൈ ലക്ക് മാത്രമല്ല, അതിന് പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ IIM കണ്ടപ്പോഴാണ് എനിക്ക് IIM കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. IIM കയറണം എന്ന് ആഗ്രഹം ഉണ്ടപ്പം, പക്ഷെ എനിക്ക് ഉള്ളിൽ കയറാൻ ധൈര്യമില്ലായിരുന്നു. നല്ല രസമുള്ള ക്യാമ്പസാണ് IIM ബാംഗ്ലൂർ ക്യാമ്പസ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിർബന്ധമായെന്ന് കുട്ടിയെ കാണിക്കണം. പക്ഷേ അതൊരു ടാസ്ക് നമ്മൾ എടുക്കണം. ഈ കുട്ടികൾക്കൊക്കെ IIM ക്യാമ്പസ് കാണിക്കണം. കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവിടെ പഠിക്കണം എന്ന് ആഗ്രഹം തോന്നും. അങ്ങനെ ഞാൻ ക്യാമ്പസ് കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറണമെന്നും ക്യാമ്പസ് കാണണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ് ഹാവ് കറേജ് ടു ഡു ദാറ്റ്. അങ്ങനെ I came back. But that day, I made a plan. I made up my mind that I will enter this campus one day എന്നുള്ളത്. അങ്ങനെ ഞാൻ 2 വർഷം പ്രാക്ടീസ് ചെയ്തു. ഐ വാസ് ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ്. നിങ്ങൾക്ക് എൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഐ വാസ് എ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്. ഐ വാസ് ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ്. ബട്ട് ഐ പ്രിപ്പയർഡ് ഫോർ 2 years കണ്ടിന്യൂസ്ലി. 2 മണിക്കൂർ ദിവസം പ്രാക്ടീസ് ചെയ്യും. എല്ലാ ദിവസവും സുബൈക്ക് എണീച്ചിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും. ദാറ്റ് വാസ് ഗുഡ് എനഫ് ഫോർ മീ ടു ഗെറ്റ് ഇൻ ടു IIM ക്യാമ്പസ്. അത് മാത്രമല്ല, ലാസ്റ്റ് 2018 IIM യങ്ങസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് അലൂമിനി അവാർഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് IIM ബാംഗ്ലൂരിൽ തന്നത് എനിക്കാണ്. ഞാൻ പറയാൻ കാരണം, നമ്മളുടെ ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുക. നമ്മളുടെ സ്വപ്നമാണ് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിൽ പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. 6th grade ഡ്രോപ്പ് ഔട്ടായി എനിക്ക് പ്ലാനിങ് പ്രകാരം IIM എത്താൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ബൈ ചാൻസ്, ഇറ്റ് ഈസ് എ പ്ലാൻ. ഞാൻ പറഞ്ഞതുപോലെ ദിവസവും 2 മണിക്കൂർ സുബിക്ക് ശേഷം 2 കൊല്ലം വർക്ക് ചെയ്തു ഞാൻ. എന്നിട്ടാണ് ഞാൻ IIM എത്തിപ്പെട്ടത്. സോ ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് സ്റ്റോറി. സെക്കൻഡ് സ്റ്റോറി എത്തിക്സിൻ്റെയാണ്. ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നിർബന്ധങ്ങളുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഞങ്ങളുടെ പ്രൊഡക്ട്സിൽ കെമിക്കൽസ് ആഡ് ചെയ്യില്ല, അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യില്ല, അൺഹെൽത്തി സാധനം ചെയ്യില്ല എന്നുള്ള ഒരു ഡിസിഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പല പ്രാവശ്യങ്ങളും ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പല പ്രാവശ്യങ്ങളും ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട്. ബട്ട് വി ഹാഡ് എ പ്ലാൻ, വി ഡിഡ്ന്റ് ഗിവ് അപ്പ്. ആ സമയത്ത് പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ എത്തിക്സ് വിട്ട് കളിച്ചിട്ടില്ല. ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് എത്തിക്സിൻ്റെ സ്റ്റോറി വിടുന്നതാണ്. മേ ബി Q&A നമുക്ക് വേണം അഡ്രസ്സ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ആ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഒരു താജ് ഹോട്ടലിൽ എനിക്ക് ഒരു ഓർഡർ കിട്ടിയ ആ സ്റ്റോറി ഉണ്ട്. വേണം ഞാൻ സമയം ഉണ്ടെങ്കിൽ പിന്നെ പറയാം. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഏത് സിറ്റുവേഷനിലും നമ്മൾക്ക് നമ്മളുടെ പുറകിൽ ചെകുത്താനുണ്ട്, ഇബിലീസ് ഉണ്ടാവും. റൈറ്റ്? അവിടെയൊക്കെ നമ്മൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ അൺകോംപ്രമൈസ്ഡ് അപ്രോച്ച് ടു എത്തിക്സ്, അതാണ് ബിസിനസ്സിൽ ഞങ്ങൾ പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പൈസ ഉണ്ടാക്കുന്നതിൽ കാര്യമൊന്നുമില്ല. പൈസ ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും. ബട്ട് മേക്കിംഗ് മണി വിത്തൗട്ട് കോംപ്രമൈസിങ് വാല്യൂസ്, അതാണ്
ഒരാളുടെ സക്സസ്, അല്ല ഒരു ടീമിൻ്റെ സക്സസ്. ഞങ്ങൾ ട്രൈ ചെയ്യുന്നതാണ്. അടുത്ത ഒരു സ്റ്റോറി പറയാനുള്ളത് പലിശയിലാണ്. അൽഹംദുലില്ലാ ഞങ്ങളുടെ ബിസിനസ്സിന് പല സമയത്തും ഞങ്ങൾക്ക് സാലറി കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പല സമയത്തും ആയിട്ടുണ്ട്. ബട്ട് വി ഡിഡ്ന്റ് ഗിവ് അപ്പ്. വി ഹാഡ് എ സ്ട്രോങ് പ്ലാൻ. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പലിശയില്ലാത്ത ബിസിനസ് ചെയ്തിട്ട് ലോകത്തിന് കാണിക്കണം പോസിബിൾ ആണെന്നുള്ളത്. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അതിനകത്ത് ഞങ്ങൾക്ക് വേറൊന്നും പ്രശ്നമില്ല. ആ ഡ്രീമിൽ ഞങ്ങൾക്ക് വേറൊന്നും പ്രശ്നമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് പർപ്പസ് ഉണ്ടാവണം, അതിന് പ്ലാൻ ഉണ്ടാവണം. ഈ കേസിനകത്ത് ഞങ്ങൾക്ക് ബിസിനസ് പൂട്ടിക്കൊണ്ടുവന്നതിന് പ്രശ്നമൊന്നുമില്ല. ബിസിനസ് പൂട്ടിയാലും പ്രശ്നമൊന്നുമില്ല. ബട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എത്തിക്സ് കോംപ്രമൈസ് ചെയ്യാതെ, പലിശ വാങ്ങിക്കാതെ കൊടുക്കാതെ നമ്മൾ ബിസിനസ് ചെയ്യുള്ളൂ എന്നൊരു ഡിസിഷൻ ഞങ്ങളുടെ ഡിസിഷനാണ്. അത് ഞങ്ങളുടെ ഇറ്റ് ഇസ് പാർട്ട് ഓഫ് എ പ്ലാൻ. അത് ആണ് പ്ലാനിങ്ങിന്റെ ഒരു ബെനിഫിറ്റ്. കാരണം നമ്മളുടെ വിൽ പവർ, ഡിസിഷൻ മേക്കിംഗ് പവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും വെൻ യു ഹാവ് എ പ്ലാൻ. സോ ഇന്നും അൽഹംദുലില്ലാ നമ്മൾ സീറോ ഡെറ്റ് കമ്പനിയാണ്. പലിശ ഇല്ലാതെ, ഒരാൾക്കും പലിശ പൈസ കൊടുക്കാനുള്ള ലോൺ ഇല്ലാത്ത ഒരു കമ്പനിയാണ്. ഇൻഷാ അല്ലാഹ് ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ചെയ്യണമെന്ന ആഗ്രഹം നിങ്ങൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. കാരണം എപ്പോഴും ഇബ്ലീസ് വരാം. അടുത്ത സ്റ്റോറി പറയാനുള്ളത് വയനാട് ടു ഹാർവാർഡാണ്. അതാണ് ഒരു അടുത്ത സ്റ്റോറി പറയാനുള്ളത്. വയനാട് നിന്ന് എങ്ങനെ ഹാർവാർഡിലെത്തി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് എനിക്ക് കുറച്ച് പുറത്തു പോകാൻ അവസരം കിട്ടി, ജോബ് കിട്ടി, ഞാൻ രക്ഷപ്പെട്ടതാണ്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സെമിനാർ പ്രസൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ സെമിനാറിൽ എനിക്ക് ഒരു സബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നു. പക്ഷേ ആ സബ്ജക്റ്റ് ഐ വാസ് വെൽ പ്രിപ്പയർഡ്. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു അത്. ബട്ട് സ്റ്റേജിൽ കയറി നിന്നപ്പം കാലിൻ്റെ മുട്ടൊക്കെ വരച്ച് ഒരു വാക്ക് പോലും ഇംഗ്ലീഷ് പറയാൻ പറ്റാതെ ഇറങ്ങിപ്പോന്നു ഞാൻ സ്റ്റേജിൽ നിന്ന്. ബട്ട് ബൈ ദ വേ അന്ന് ഞാൻ കരഞ്ഞു. ഞാൻ ഐ വാസ് വെൽ പ്രിപ്പയർഡ് ബട്ട് ഈവൻ ദെൻ ഐ കുഡിൻ പ്രസൻറ്റ്. അപ്പം അന്ന് ഞാൻ കരഞ്ഞു. ബട്ട് ദാറ്റ് ഡേ മേഡ് അപ്പ് മൈ മൈൻഡ് ദാറ്റ് ഒരു ദിവസം ഞാനൊരു പബ്ലിക് സ്പീക്കർ ആവുന്നുള്ള, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത്, എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നു, അതേപോലെ എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് ഞാൻ അന്ന് ഡിസിഷൻ എടുത്താണ്. അങ്ങനെ ഞാൻ കുറേ കാലം എടുത്ത് ഞാൻ ഇംഗ്ലീഷ് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആക്കി. പിന്നെ ഞാൻ കോച്ചിനെ വെച്ച് കഴിഞ്ഞൊരു 4 വർഷം മുമ്പ് ഒരു കോച്ചിനെ വെച്ചിട്ട് ഞാൻ എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. ഒരു വർഷത്തെ കോച്ചിങ്ങിനകത്ത് തന്നെ എനിക്ക് അൽഹംദുലില്ലാ ഹാർവാർഡ് ബിസിനസ് സ്കൂളിലേക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടി. അത് എൻ്റെ ലൈഫിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം അതിനുശേഷം എനിക്ക് പല സ്ഥലത്തും എൻ്റെ സ്റ്റോറി ഷെയർ ചെയ്യാനുള്ള, നമ്മുടെ സ്റ്റോറി ഷെയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. ഐക്യരാഷ്ട്രസഭയിലും ഒരു വർഷം പോകാൻ പറ്റി, സ്റ്റോറി പ്രസന്റ് ചെയ്യാൻ പറ്റി. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 3 കാര്യങ്ങൾ ഈ ജേർണിയിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നമുക്കൊരു പർപ്പസ് ഉണ്ടാവണം. നമ്മളതൊക്കെ പർപ്പസ് കോമണാണ്, പറയേണ്ട കാര്യമല്ലോ എന്താണ് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്നുള്ളത്. രണ്ടാമത്തത് നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. മൂന്നാമത്തത് ഡിറ്റർമിനേഷൻ ഉണ്ടാവണം. ഹാർഡ് വർക്ക് ഉണ്ടാവണം, ഡിറ്റർമിനേഷൻ ഉണ്ടാവണം. ഇതാണ് നമ്മളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകാനുള്ള ഒരു ഫ്രെയിം വർക്കായിട്ട് എനിക്ക് തോന്നിയ കാര്യം. ഹാവ് എ പർപ്പസ്, പ്രോപ്പർ പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ട് ദ പ്ലാൻ ആൻഡ് ബി ഡിറ്റർമിൻഡ്. ഇനി ചില സമയങ്ങളിൽ നമ്മൾക്ക് നമ്മളുടെ പ്ലാൻ നടത്താൻ പറ്റാത്ത പ്രശ്നം വരും. ഞാനതും ഒരു സ്റ്റോറി പറയാം, എന്നിട്ട് നിർത്താം. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു കലക്ടറെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. എൻ്റെ നാട്ടിൽ എന്തോ പരിപാടിക്ക് എൻ്റെ നമ്മുടെ നാട്ടിൽ വയനാട് ജില്ലയിലെ കലക്ടർ വന്നാണ്. വയനാട് ജില്ലയിലെ കലക്ടർ വന്നപ്പോൾ അയാളുടെ ഒരു ബ്ലാക്ക് ട്രൗസറും വൈറ്റ് ഷർട്ടും, നല്ല അയൺ ചെയ്ത വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ട്രൗസർ ഇട്ടിട്ടാണ് ഉണ്ടായിരുന്നത്. ബ്ലാക്ക് പാൻറ്റും ഉണ്ടായിരുന്നു.
എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് അയാളുടെ മുഖം. അന്ന് എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഡ്രസ്സൊക്കെ കയറിയ ഡ്രസ്സായിരിക്കും. പുതിയ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല, വൃത്തിയുള്ള ഡ്രസ്സൊന്നും അയക്കാനില്ല. അലക്കിയിരിക്കും ഉണ്ടാവും, ബട്ട് പഴകിയതായിരിക്കും. എസ്പെഷ്യലി ടുവേർഡ്സ് എൻഡ് ഓഫ് ദ അക്കാഡമിക് ഇയർ ഡ്രസ്സൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പം നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഞാൻ 10th കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വപ്നം വന്നു. ആ സ്വപ്നം എനിക്കൊരു കളക്ടറാണ് ആവണമെന്ന്. എനിക്ക് പക്ഷേ കളക്ടറാൻ പറ്റിയില്ല. 2-3 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ ജനറൽ നോളജ് വെരി വീക്കായിരുന്നു, ഇന്നുമാണ് പൊതുവെ. സെക്കൻഡ്, ഏജും ഒരു ഫാക്ടറാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ സിറ്റുവേഷനിൽ? അവിടെ നമുക്ക് അള്ളാഹ് കുറച്ചും കൂടെ നല്ല ഓപ്പർച്യൂണിറ്റി തരും. നമ്മൾക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ അള്ളാഹ് കുറച്ചുകൂടെ നല്ല ഓപ്പർച്യൂണിറ്റി തരും. ഞാൻ കഴിഞ്ഞൊരു 1 year ആയിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് കളക്ടറാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എൻ്റെ ഏജ് കഴിഞ്ഞു അതിനുള്ള. ബട്ട് ബാക്കിയുള്ള കുറേ ആളുകൾക്ക് നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ലാസ്റ്റ് ഇയർ ഞങ്ങൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. സിജീൻ്റെ കൂടെ കൂടിയിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് കോച്ചിങ് കൊടുത്തിട്ട് അവരെ നല്ല ഈ പറഞ്ഞ സിവിൽ സർവീസ് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇപ്പോൾ അൽഹംദുലില്ലാ 410 കുട്ടികളുണ്ട് അതിൽ വർക്ക് ചെയ്യുന്ന, അതിൽ പഠിക്കുന്നത്. മലപ്പുറത്തുനിന്നും കോഴിക്കോടുനിന്നും വയനാടെന്നും കണ്ണൂരിൽ കാസർഗോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മളുടെ പ്ലാനിങ് നടന്നില്ലെങ്കിൽ അള്ളാഹ്ക്ക് ഹി ഹാസ് എ ലാർജർ പ്ലാൻ ഫോർ യു. അത് നമ്മളോട് നടന്നില്ലെങ്കിലും ബാക്കിയുള്ള കുറേ ആളുകളുടെ കൂടെ അത് നടത്താൻ പറ്റും. അതാണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ല സ്വപ്നത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ഡിറ്റർമിനേഷൻ ഇമ്പോർട്ടൻസ്. ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പർപ്പസ് ഐഡൻറ്റിഫൈയിലാണ്. 2ാമത്തെ കാര്യം കറക്റ്റ് പ്ലാൻ ചെയ്യലാണ്. 3ാമത്തെ കാര്യം ബി ഡിറ്റർമിൻഡ് ആണ്. ഞാൻ നിങ്ങളോടത്തില്ല ഒരു കഴിഞ്ഞ സ്റ്റോറി എല്ലാം തന്നെയാണ്. ഇത് പറയാൻ കാരണം, പല പ്രാവശ്യങ്ങളും നമ്മൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. രാവിലെ എണീറ്റ് പഠിക്കാൻ നോക്കുമ്പം ഉറക്കം വരും സമയത്ത്. ബട്ട് ഡിറ്റർമിനേഷനും കൊണ്ട് മാത്രമാണ് ഒരു പരിധിവരെ എൻ്റെ പേഴ്സണൽ ലൈഫാണെങ്കിലും നിങ്ങളെ കുട്ടികളൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ കിട്ടുന്ന ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി ഇല്ല, ആളുകൾ സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല, എന്താണ് ലോകമെന്നറിയില്ല. ഞാൻ ആക്ച്വലി വയനാട് പോയത് 10th കഴിഞ്ഞതിന് ശേഷം. വയനാട് ജില്ല ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി 10th. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് ലോകത്തിലുള്ള എല്ലാ കാര്യവും കാണാൻ പറ്റുന്നുണ്ട്, അവരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അല്ലാതെ നെറ്റ് വഴിയൊക്കെ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഭയങ്കര ബട്ട് ആ നിങ്ങൾ യൂസ് ചെയ്യും. അത് നിങ്ങൾ കാര്യം ഒരാൾ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിർബന്ധമായിട്ട് നിങ്ങളുടെ എഴുതി വെക്കണം. ഇന്ന് നിങ്ങൾ എഴുതി വെക്കണം തിരിച്ചു പോയിട്ട്. അല്ലേ നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന 1 hour വേസ്റ്റ് ആണ്. Write down your dream. Muhammad, did you have a fear of failure? And fear of failure എല്ലാവരുടെയും പാർട്ടാണ്. സ്റ്റേജ് ഫിയർ ഓഫ് ഫെയിലിയറും എല്ലാവർക്കും ഉണ്ടാവും. ഓരോ പ്രാവശ്യം ഫെയിൽ ആകുമ്പോൾ നമുക്കത് ആ ഫിയർ ഓഫ് ഫെയിലിയർ കുറഞ്ഞു വരും. കാരണം ആദ്യമൊക്കെ ഒരു ഫെയിലിയറിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് പോകുമായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. ഇന്ന് നമുക്കറിയാം, ഒരു 10 ചെയ്യുമ്പം 8 ഫെയിൽ ആവും. അതാണ് ബിസിനസ്, അല്ല അതാണ് ലൈഫ്. പ്ലാനിങ്ങിന്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, 10 പ്ലാനിൽ 8 ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾക്ക് ഫെയിലാകുമ്പം ഐ ഡോണ്ട് ലൂസ് മൈ കോൺഫിഡൻസ്. എൻ്റെ മനസ്സമാധാനം പോകുന്നില്ല. ഐ ഡോണ്ട് ലൂസ് മൈ പീസ് ഓഫ് മൈൻഡ്. ഇന്ന് വി ആർ ഏബിൾ ടു ടേക്ക് റൈറ്റ് ഡിസിഷൻസ് ഫ്രം അവർ എക്സ്പീരിയൻസ്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഇന്ന് റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്. ആ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഫെയിലിയർ എന്നാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഫെയിലിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയുള്ള കുട്ടികളുടെ കൂടെയുള്ള പാരൻസിനോട് എനിക്ക് ഒരു കാര്യം സജസ്റ്റ് ചെയ്യാനുള്ളത്, പ്ലീസ് എൻകറേജ് യുവർ സ്റ്റുഡൻസ് ടു ഫെയിൽ. 6ാം ക്ലാസ് തോക്കണം എന്നെല്ലാം പറഞ്ഞത്. ലെറ്റ് ദം എക്സ്പെരിമെന്റ്. അവർ എന്ത് എക്സ്പെരിമെന്റ് ചെയ്യട്ടെ, അവർ ഫെയിൽ ആവട്ടെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിൽ നിന്ന് അവർ കുറേ കാര്യം പഠിക്കും. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഷമീം, നിങ്ങളൊന്ന് സോർട്ട് ചെയ്യേണ്ടി വരും. എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് ചോദിച്ചാൽ എന്നോട്. എല്ലാവരും പൊതുവായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് IIMലേക്ക് എങ്ങനെയാണ് എത്തിയതെന്നുള്ളത്. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ? Can you explain your journey of getting into IIM? IIM-ല് എനിക്ക് കിട്ടാനുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞല്ലോ, സീയിങ് ഈസ് ബിലീവിങ്. നമ്മൾ കാര്യം കണ്ടാൽ നമുക്ക് അതിനോട് ഭയങ്കര ഒരു വിൽ പവർ ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്ത് എന്നൊക്കെ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. അതേപോലെയുള്ള ഒരു സ്റ്റോറിയാണ് എൻ്റെതും. ഞാൻ ഒരു സൂവിൽ പോയതാണ്. ബന്നാഘട്ട എന്ന സ്ഥലമുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ടൗണിൽ നിന്ന് 40 കിലോമീറ്റർ പുറത്താണ്. സൂവിൽ പോയതാണ്. ആ സൂവിൽ പോകുന്ന സമയത്താണ് ഞാൻ IIM ബാംഗ്ലൂരിൻ്റെ ക്യാമ്പസ് കാണുന്നത് ആദ്യമായിട്ട്. ടൗണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്താണ്. നല്ല രസമുള്ള ക്യാമ്പസാണ്. ഭയങ്കര ഗ്രീനറി, ഭയങ്കര രസമുള്ള ഒരു ക്യാമ്പസാണ് IIM ബാംഗ്ലൂർ ക്യാമ്പസ്. ആ ക്യാമ്പസ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ആ ക്യാമ്പസിൽ കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കയറണം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയില്ല, ഉള്ളിൽ കയറിയിട്ട് ക്യാമ്പസ് ഒന്ന് കാണണം എന്നാണ്. അങ്ങനെ എനിക്ക് അവിടെ സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റിനെ പോയി ചോദിക്കാൻ ധൈര്യമില്ല. അവിടെ ക്യാമ്പസിനുള്ളിൽ ആരും അറിയില്ല. ബട്ട് ദാറ്റ് ഡേ ഐ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് ദാറ്റ് ഐ വിൽ എൻ്റർ ദിസ് ക്യാമ്പസ് വൺ ഡേ ഇൻ ഫ്യൂച്ചർ എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ തിരിച്ചു വന്നിട്ട് എൻ്റെ മനസ്സിൽ ഡെസിഷൻ എടുത്തത്, ഈ ക്യാമ്പസ് എനിക്കൊന്ന് കയറണം, എനിക്കിവിടെ പഠിക്കാൻ പറ്റും, പഠിക്കണം എന്നുള്ള ഡിറ്റർമിനേഷൻ ഞാൻ എടുത്തത് മനസ്സിൽ. അങ്ങനെ ഞാൻ ആ IIM-ലെ പോലത്തെ ഒരു ക്യാമ്പസിൽ കയറണമെങ്കിൽ എളുപ്പമല്ല. കാരണം അതിൻ്റെ കാറ്റ് ടെസ്റ്റ് ആണെങ്കിലും എൻട്രൻസ് ടെസ്റ്റ് ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ പ്രോസസ് ആണെങ്കിലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. മാത്രമല്ല എന്നെ പോലെയുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് അല്ല IIM ക്യാമ്പസ്. ബട്ട് ഞാൻ എടുത്ത വെച്ചാൽ എന്തായാലും ട്രൈ ചെയ്യണം പറ്റുമെന്നുള്ളത്. സ്വന്തമായിട്ട് തന്നെ പഠിച്ചു. ഇന്ത്യൻ മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നുള്ള ഒരു കമ്പനിയുടെ കോഴ്സ് മെറ്റീരിയൽ യൂസ് ചെയ്ത് ഞാൻ സെൽഫ് സ്റ്റഡി നടത്തി. അങ്ങനെ കുറെ എടുത്ത് അങ്ങനെ എൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസും പിന്നെ കോമ്പ്രിഹെൻഷൻ സ്കില്ലുണ്ട് നമുക്ക്, അതുപോലെ അതൊക്കെ ഞാൻ ഫോക്കസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തു. 2 വർഷം എടുത്തു. പക്ഷെ 2 വർഷവും ടഫായിരുന്നു. സുബീർ സ്കെച്ച് കുറച്ച് കഴിയുമ്പോൾ പക്ഷെ ഉറങ്ങൂല, അതാ പിടിച്ചു നിൽക്കും. 2 വർഷവും 7 മണിക്കൂർ വെച്ച് പഠിക്കും. അങ്ങനെ ആണ് എക്സാം ക്രാക്ക്. പിന്നെ ബാക്കിയുള്ള ടെസ്റ്റിനാണെങ്കിലും വൈവയ്ക്കാണെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് IIM-ൽ കിട്ടിയത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് വെച്ചാൽ ഒരു ആദിവാസിക്ക് IIM കിട്ടിയാൽ എന്താകും എന്നുള്ള കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് എന്നെ അവിടെ കയറ്റിയെന്നാണ് പറയുന്നത്. ബട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത കാര്യതാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സാർ പറഞ്ഞില്ലായിരുന്നോ സിജിന് സിവിൽ സർവീസ് ഉണ്ടെന്ന്? അതെ. എനിക്കത് ജോയിൻ ചെയ്യാൻ പറ്റുമോ? അതിപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത മോനെ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. 410 സ്റ്റുഡൻസ് ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ അത് മറ്റുള്ള കുട്ടികൾക്ക് അല്ല മറ്റുള്ള ഗ്രേഡിലെ കുട്ടികൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ല.
ഉണ്ടെങ്കിൽ ഇൻഷാല്ല വിൽ കീപ് യു ഇൻഫോംഡ്. അത് കാരണം കുറെ റിക്വസ്റ്റ് വന്നുകൊണ്ട് Who was your role model? ഹു വാസ് മൈ റോൾ മോഡൽ? ആരായിരിക്കണം നമ്മുടെ റോൾ മോഡൽ? നമ്മുടെ റോൾ മോഡൽ ആരായിരിക്കണം? Prophet. അതന്നെ. വേറൊരാൾ ഉണ്ടാകാൻ പാടില്ല നമുക്ക് ലൈഫിൽ റോൾ മോഡലായിട്ട്. വേറെ ഒരാൾക്കും ആ റോൾ പ്ലേ ചെയ്യാൻ പറ്റില്ല, സംശയം വേണ്ട. നമ്മുടെ എല്ലാവരും റോൾ മോഡലിൽ പ്രൊഫറ്റ് തന്നെയാണ്. എൻ്റെതും ഗ്രൂപ്പിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്കറിയാലോ? സംശയമുണ്ടോ? എന്തുകൊണ്ട് പ്രൊഫറ്റ് റോൾ മോഡലാവണം, എന്തുകൊണ്ട് ബാക്കിയുള്ളവരാകാൻ പാടില്ല എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് ഗ്രൂപ്പിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഔപചാരിക വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ ഒരാളെ മുന്നോട്ട് നയിക്കാൻ അനിവാര്യമാണോ? വിദ്യാഭ്യാസം എൻ്റെ അഭിപ്രായത്തിനകത്ത് നമ്മൾക്ക് കുറേ ഡോറുകൾ ഓപ്പൺ ചെയ്യും. രണ്ട് കാര്യം ഞാൻ കണ്ടത്, എൻ്റെ ലൈഫിൽ കണ്ടത്, ഒന്ന് എഡ്യൂക്കേഷനാണ്, രണ്ട് യാത്രയാണ്. ഇത് രണ്ടും നമ്മൾക്ക് എന്താണ് ലോകം എന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കും. കുറേ വായനയുണ്ട്, പക്ഷേ ഞാൻ വായനയിൽ വീക്കാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രാവൽ, ട്രിപ്പുകൾ നല്ല യൂസ്ഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെറുപ്പത്തിൽ അങ്ങയുടെ സ്വപ്നം എന്തായിരുന്നു? ഞാൻ പറഞ്ഞിരുന്നു, മൈ ഡ്രീം വാസ് ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ കോയിൻസിഡൻസ്. ഇന്ന് ഒരു ദിവസം 10 ലക്ഷം ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയുടെ പാർട്ടാണ് ഞാൻ. അള്ളാന്റെ പ്ലാൻ ഉണ്ട് എല്ലാത്തിനും, ഇതിനും അള്ളാന്റെ പ്ലാൻ തന്നെയാണ്. താങ്കളുടെ അറിവാണോ അല്ലെങ്കിൽ അധ്വാനമാണോ താങ്കളെ മുന്നോട്ട് നയിക്കുന്നത്? രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അറിവുള്ള ഒരാൾ വീട്ടിൽ കിടന്നുറങ്ങിയാൽ ക്യാൻ ബി സക്സസ്ഫുൾ. അറിവില്ലാത്ത ഒരാൾ ലോകം മുഴുവൻ പണിയെടുക്കാൻ നോക്കിയാലും he can achieve success in life. So എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പ്ലീസ്. ഒരു ക്വസ്റ്റ്യന് സ്ഥിരോത്സാഹം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. നല്ല ക്വസ്റ്റ്യൻ ആണ് സാർ. ഞാൻ ഇന്നലെ ഒരു ഖുർആൻ ക്ലാസ് കേട്ടപ്പം ഇബ്ലീസാണ്. നമ്മളുടെ എനർജി കളയാൻ, നമുക്ക് മടി കൊണ്ടുവരാനുള്ള ഒരു മെയിൻ കാരണം ഇബ്ലീസാണ്. അപ്പോൾ ഒന്ന്, അള്ളാഹു ദുആ ചെയ്യാം, സ്ഥിരോത്സാഹം തരണേ എന്നുള്ളത്. രണ്ട്, അതിന് നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പം നമുക്കൊരു പർപ്പസ് ഉണ്ടാവണം. ആ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ നമ്മൾക്ക് പ്ലഷർ ഉണ്ടാവില്ല. അത് പ്രഷർ ആയിരിക്കില്ല, അത് പ്ലഷർ ആയിരിക്കും. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് അച്ചീവ് ചെയ്യാനുള്ള യാത്രയിൽ നമുക്ക് പ്ലഷറായി തോന്നും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാലറി കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിയ സമയത്ത്, ഞങ്ങളുടെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിയ സമയത്ത് ഞങ്ങൾക്ക് ഇത് ഗിവപ്പ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ബട്ട് ഞങ്ങൾ ഈ ബിസിനസ് ഗിവപ്പ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഞങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു, അല്ല സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം എന്താണ്? ഇല്ലാത്ത ബിസിനസ്, ചെയ്യാത്തൊരു ബിസിനസ് ഇന്ത്യയിൽ ചെയ്തിട്ട് അത് സ്കെയിലപ്പ് ചെയ്തിട്ട് 1000 കോടിയുടെ 1500 കോടി 2000 കോടി ബിസിനസ് ഉണ്ടാക്കിയിട്ട് ലോകത്തിന് കാണിക്കണം, എന്നിട്ട് ഇതേപോലെയുള്ള ഉണ്ടാവണം. അതിന് നമ്മൾ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്.
അതിന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മടി ഉണ്ടാവില്ല. ഞാൻ അതാ നിങ്ങൾ ആദ്യം പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്തിന് ചെയ്യുന്നു എന്നാണ് ഇമ്പോർട്ടൻ്റ്. അത് എന്തിന് ചെയ്യുന്നു എന്ന് നമുക്ക് ഒരു ക്ലിയർ പർപ്പസ് ഉണ്ടെങ്കിൽ യു വോണ്ട് ബി ലേസി, യു വിൽ ബി ഓൾവേസ് എനർജറ്റിക്. ഞാൻ പറയുന്നത്, ഞാൻ കുറച്ചു കാലം IT വർക്ക് ചെയ്തിരുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ. അന്നൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ മടിയുണ്ടായിരുന്നു, വേറെ അക്കൗണ്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 13 വർഷമായിട്ട് ഞാൻ IDൻ്റെ പാർട്ടാണ്. എനിക്ക് മടിയില്ല. ഐ എൻജോയ് എവറി ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങള് എഞ്ചിനീയറിംഗില് ഗ്രാജുവേറ്റ് ചെയ്തിട്ട് പിന്നെന്താ ബിസിനസ്സിലേക്ക് പോകാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞു പോണത് ആൻസർ. കാരണം ഐ വാസ് ലക്കി, എനിക്ക് കരിയറിൽ നല്ലൊരു ബ്രേക്ക് കിട്ടി. ഞാൻ ഇന്ത്യക്ക് പുറത്തു പോയി ലോകം കണ്ടു, കുറേ കാര്യം പഠിച്ചു. ബട്ട് എൻ്റെ നാട്ടിലുള്ള കുറേ ആളുകൾക്ക് എന്നേക്കാൾ സ്മാർട്ടാക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് നല്ലൊരു ബ്രേക്ക് കിട്ടുന്നില്ല ലൈഫിൽ, കരിയറിൽ. അങ്ങനെ അവർക്ക് ഒരു നല്ലൊരു ബ്രേക്ക് കൊടുക്കണം, അവർക്ക് ജോബ് കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരു സ്വപ്നത്തിലാണ് ഞാനും എൻ്റെ കസിൻസും കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളക്കാർക്ക് ഇഡ്ഡലി ആവശ്യമില്ല. കേരളക്കാർക്ക് വേണ്ടി താങ്കൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കേരളക്കാർക്ക് ആവശ്യമുള്ള കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഞങ്ങൾ ഇപ്പം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ പോലുള്ള മാർക്കറ്റിലാണ്. ഞങ്ങൾ കൊച്ചിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഞങ്ങൾക്ക് കേരളത്തിൽ ഞങ്ങൾ ഇഡ്ഡലി വെക്കുന്നുണ്ട്. ഞങ്ങൾ കേരളത്തിൽ വെക്കുന്നുണ്ട്. പുതിയ തലമുറയോട് എന്താണെന്ന് നിങ്ങൾക്ക് പറയാനുള്ളതാണ്? പുതിയ തലമുറയോട് പറയാനുള്ളത് കുറെ കാര്യം പറയാനുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാം. അതായത് ലൈഫിൽ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് പൈസക്കാരനാകണം, പെട്ടെന്ന് പൈസക്കാരിയാകണം, അല്ല പെട്ടെന്ന് സക്സസ്ഫുൾ ആകണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഈസി. ഇറ്റ് ടേക്സ് ടൈം. അതിന് ടൈം കൊടുക്കണം നമ്മൾ ലൈഫിൽ എല്ലാത്തിനും. പെട്ടെന്ന് ഒരു മാസം കൊണ്ട് എനിക്ക് മാറ്റം വരണം എന്ന് പ്രതീക്ഷിച്ചാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി പോസിബിൾ. യു ഹാവ് ടു ഗിവ് ടൈം, ബി പേഷ്യൻറ്റ് ആൻഡ് ബി ഫോക്കസ്ഡ്. നമുക്ക് ഒരു കാര്യത്തിനകത്ത് നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്ന് നമ്മൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ സ്റ്റേ ഫോക്കസ്ഡ്. ലോകം എന്ത് പറഞ്ഞാലും സാരമില്ല. നിങ്ങളുടെ പ്രചോദനം ആരായിരുന്നു? എൻ്റെ ഉപ്പ. കാരണം എൻ്റെ ഉപ്പക്ക് എന്നെ ഈ ലെവലിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ all of us can do wonders in the world. അത് പറഞ്ഞപ്പം ഒരു കാര്യം പറയാൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെയൊക്കെ ലൈഫിൽ, കുട്ടികളായിട്ട് നിങ്ങളൊക്കെ ലൈഫിൽ നിങ്ങളുടെയൊക്കെ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ പാരൻസിൻ്റെ സാക്രിഫൈസ് ആണ്. നമ്മുടെ പാരൻസിൻ്റെ സാക്രിഫൈസ് ആണ് നമ്മുടെ സക്സസ്. എൻ്റെ ഉപ്പയും ഉമ്മയും ഒരു നേരം പട്ടിണി കിടന്നുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ടാണ് എൻ്റെ സക്സസ്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്കഷൻ ആ പോയിന്റ് പറയാതെ എൻഡ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ലക്കിലി എൻ്റെ ഉപ്പയമ്മ ഇവിടെ ഉണ്ട്, നിങ്ങളത് കാണണം. ഇപ്പോൾ ഫോണിലാണോ അമ്മയുടെ? അവരൊന്ന് മീറ്റ് ചെയ്യണം നിങ്ങൾ. വലൈക്കും സലാം. ഞാൻ പറയാൻ കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ എത്തിക്കാനുള്ള ആ സാക്രിഫൈസിൽ ഏറ്റവും സാക്രിഫൈസ് ചെയ്യുന്നത് നമ്മുടെ പാരൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സാക്രിഫൈസ് റിസൾട്ടാണ് നമ്മളുടെ സക്സസ് എന്ന് മനസ്സിലാക്കാനാണ് ലൈഫിൽ ഇമ്പോർട്ടൻറ്റ്. ഒരു പോയിക്കോട്ടെ അല്ലേ? പറയണ്ട, എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യാം മാത്രം. തീർച്ചയായിട്ടും ആയിരം ആരോഗ്യം ആവശ്യത്തും ഉണ്ടാകും. ആമീൻ.
തീർച്ചയായിട്ടും സാറിന്റെ ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു ഗുണപാഠം. സാറിന്റെ കിട്ടിയ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, പൈസ ഉണ്ടാക്കാൻ ആർക്കും പറ്റും. ആളുകളുടെ പൈസ ഉണ്ടാക്കുന്ന ആളുകൾ പൈസ ഉണ്ടാക്കാൻ വലിയ ഇമ്പോർട്ടൊന്നുമില്ല, അത്ര വലിയ ഒന്നുമില്ല. ബട്ട് മേക്കിംഗ് മണി വിത്തൗട്ട് കോംപ്രമൈസിങ് വാല്യൂ, പലിശ തൊടാതെ ബിസിനസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് ലോകത്തിന് കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയ വാല്യൂ. അതാണ് ഞങ്ങളുടെ ടീമിന്റെ മോട്ടിവേഷൻ. അപ്പം ഞാൻ പഠിച്ച കാര്യം അതാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ വാല്യൂസ് ആയിരിക്കും, നമ്മളുടെ സ്ട്രോങ് എത്തിക്സ് ആയിരിക്കും നമ്മൾ മുന്നോട്ട് നയിക്കുക, പൈസ അല്ല. കാരണം പൈസയ്ക്ക് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് വലിയ വാല്യൂ ഇല്ല. നമ്മുടെ വാല്യൂസ് ഏത് സമയത്തും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്ലാനിങ്ങിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ ആർക്കും നന്നായിട്ട് ഖുർആൻ ഓതാറിയുന്ന ആളുള്ള, നല്ല കാര്യകാരുള്ള ഒരാള് കൈബുക്ക സൂറത്തുൽ ഫജ്ർ എടുക്കും. സൂറത്തുൽ ഫജ്ർ 89-ാമത്തെ സൂറത്ത്, 89. എടുത്തു 27 മുതൽ ഒന്ന് ഓതോ. 27 മുതലോ? 27, 28, 29, 30 നാലായി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. അതിന്റെ മീനിങ് ഒന്ന് വായിക്കാൻ പറ്റുമോ? മീനിങ് എടുക്കട്ടെ. സമാധാനം പ്രാപിച്ച ആത്മാവെ, ശുഭപര്യവസാനത്താൽ നിന്റെ നാദങ്കലേക്ക് മടങ്ങിക്കൊള്ളുക. സംപ്രീതനും റബ്ബിങ്കിൽ പ്രീതിപ്പെട്ടവനുമായിക്കൊണ്ട് എന്റെ ഉത്തമദാസന്മാരിൽ ചേർന്നു കൊള്ളുക. എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഇതല്ലേ നമ്മളുടെ സ്വപ്നം അല്ലേ? നമ്മളെല്ലാവരുടെ സ്വപ്നം അതല്ലേ? നമ്മൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതല്ലേ പ്ലാൻ ചെയ്യേണ്ടത്. നമ്മൾ ബാക്കിയുള്ളൊക്കെ പ്ലാനിങ് ഒരു കുറെ പറഞ്ഞു. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലാൻ ഇതാണ്. ഈ ഒരു സന്ദർഭമാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ലൈഫിൽ. അപ്പം നിങ്ങളൊക്കെ ഭയങ്കര ലക്കിയാണ് ഇപ്പം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാനും പഠിക്കാനും പറ്റുന്നത്. എനിക്കൊക്കെ കുറച്ചു കാലം മുമ്പാണ് ഇതൊക്കെ പഠിക്കാനൊക്കെ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റി നന്നായി യൂസ് ചെയ്യണം. ലൈഫിൽ നിർബന്ധമായിട്ട് എല്ലാ കാര്യവും പ്ലാൻ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മളുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശം അതെങ്ങനെ, ഏത് ഗ്രാൻഡ് സ്റ്റൈലിലാക്കണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. അതാണ് അള്ളാഹ് ഇതിലൂടെ പറയുന്നത് നമ്മളോട്. ഞാൻ അവസാനിക്കുന്ന മുമ്പ് 2 കാര്യം പറഞ്ഞ് നിർത്താം. സ്വർഗം കണ്ട് മരിക്കണമെന്നാണ് നമുക്കൊക്കെ ആഗ്രഹം. അതിനായിരിക്കണം നമ്മളുടെ എല്ലാ പ്ലാനും. നമ്മളുടെ ലൈഫിൽ എല്ലാ ഇബാദത്താണ്. നമ്മൾ അത് മനസ്സിലാക്കാൻ നല്ലതാണ്. എല്ലാ ഇബാദത്താണ്. നമ്മളുടെ ഈ സെഷൻ ഇബാദത്താണ് അല്ലേ? നമ്മളുടെ കരിയർ ഇബാദത്താണ്. നമ്മുടെ ബിസിനസ് അതൊരു ഇബാദത്താണ്, സുന്നത്താണ്. നമ്മുടെ സോഷ്യൽ വർക്ക് അത് ഇബാദത്താണ്. നമ്മളുടെ ഒരു ചിരി പോലും ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേജിലും നിയ്യത്ത് കറക്റ്റാക്കിയിട്ട് നമ്മൾ ഇബാദത്ത് ചെയ്യലാണ് ഒരു വിശ്വാസിയുടെ കടമ. ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ പറയാം. ഹാർവാർഡിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഞാൻ അവിടെ പോയി പറഞ്ഞത് ബിസിനസ് അല്ല, ഞാൻ അവിടെ പോയി പറഞ്ഞത് ദീനാണ്. പറയാൻ ട്രൈ ചെയ്ത് ദീനാണ്. റൈറ്റ്? ദീൻ എന്ന് പറയുന്നത് നമുക്ക് ഒബ്വിയസ് ആയി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ പറയാൻ ട്രൈ ചെയ്തത് നമ്മുടെ വാല്യൂസ് ആണ്. അതായത്
പാരൻസിന് ടേക്ക് കെയർ ചെയ്യുന്ന വാല്യൂസ്. രണ്ടാമത്തത് ഞാൻ ഹാർവാർഡിലും യുഎനിലും ഞാൻ പോയി പറഞ്ഞത് ട്രസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, വിശ്വസിക്കുന്നതിന് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ട്രസ്റ്റ് ബേസ്ഡ് ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തത് എത്തിക്സ് ആണ്. വാല്യൂസ് കോംപ്രമൈസ് ചെയ്ത് എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും, ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഞാനവിടെ പോയി പറഞ്ഞത്. ഞാൻ പറയാൻ കാരണം അതും ഒരു ഇബാദത്താണ്. കാരണം നമ്മൾക്ക് നിസ്കരിച്ചാലും നോമ്പ് വെച്ചാലും മാത്രമല്ല ഇബാദത്ത്, അതൊക്കെ ഇബാദത്ത് തന്നെയാണ്. അതുകൊണ്ട് മാത്രം സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുന്ന നമുക്ക് ആരും പ്രതീക്ഷയും വേണ്ട. നമ്മുടെ ലൈഫിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും. ഈ ഒരു മീറ്റിങ്ങിൽ പോലും നിങ്ങൾ ഇതൊരു സുന്നത്താണ് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതും ഒരു ഇബാദത്താണ്. റൈറ്റ്? ഞാൻ പറഞ്ഞതുപോലെ പലിശ വിട്ടു നിൽക്കുന്നത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല, പരലോക ലാഭത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നിയ്യത്ത്. അതും ഇബാദത്താണ്. എത്തിക്സ് കോംപ്രമൈസ് ചെയ്യാതെ ബിസിനസ് ചെയ്യണം എന്നുള്ളതൊരു ഇബാദത്താണ്. ഞാൻ പറഞ്ഞത് എല്ലാം പ്ലാൻ ചെയ്യണം. കിട്ടുന്ന പ്ലാറ്റ്ഫോമിലെല്ലാം നമ്മളുടെ റൈറ്റ് മെസ്സേജ് ബാക്കിയുള്ളവർക്ക് പാസ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യണം. അതിനകത്ത് ഏറ്റവും നല്ല മെസ്സേജ് നമ്മൾ പാസ് ചെയ്യാനുള്ള എത്തിക്സ് ആണ്, നമ്മുടെ വാല്യൂസാണ്. ഞാൻ ലാസ്റ്റ് പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് പാരൻസിന് സാക്രിഫൈസ് ആയിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊന്നും റിപ്പീറ്റ് ചെയ്യാം. നമ്മളുടെ സക്സസ് ഒരിക്കലും നമ്മളുടെ അച്ചീവ്മെൻ്റ് അല്ല. നമ്മുടെ സക്സസ് നമ്മുടെ പാരൻസിൻ്റെ സാക്രിഫൈസിൻ്റെ റിസൾട്ടാണ്. കഷ്ടപ്പെട്ടിട്ട് അവർ പട്ടിണി എടുത്തിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങളൊക്കെ പാരൻസ് കുറച്ചും ലക്കി ആയിരിക്കും, എൻ്റെ കേസ് അങ്ങനെ അല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാരണവശാലും നമ്മൾ മറക്കാൻ പാടില്ല. അത് മറന്നാൽ നമ്മൾ ഈ ലോകത്തും പരലോകത്തും പരാജയപ്പെട്ടവരായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ എത്തിക്കഴിഞ്ഞാലും എങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മുടെ പാരൻസിൻ്റെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ ലൈഫിലുള്ള കോൺട്രിബ്യൂഷൻ, അവരുടെ സാക്രിഫൈസ് എപ്പോഴും മനസ്സിലുണ്ടാവണം. അതാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഞാൻ എൻ്റെ സെഷൻ എൻഡ് ചെയ്യാണ്. ഞാനൊരു കഥ പറഞ്ഞ് നിർത്താം. കഥ ഇഷ്ടമാണോ? ഒരു കഥ കൂടി പറയട്ടെ. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് വയനാട്ടിലുള്ളത്. ലോക്ക്ഡൗണിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പം ഇവിടെ ലോക്ക്ഡൗൺ ആയതാണ്, ക്വാറന്റൈൻ ആയിരുന്നു. അൽഹംദുലില്ലാ അസുഖങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഇതൊരു ക്രൈസിസ് ആണ് അല്ലേ? ഒന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല, എല്ലാം പൂട്ടിക്കിടക്കുകയാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ബട്ട് ഇതൊരു ക്രൈസിസ് ആണോ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റി? എനിക്ക് കഴിഞ്ഞ 2 മാസം എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാനെയും കൂടെ നടക്കാനും കൂടെ ചിരിക്കാനും കൂടെ കളിക്കാനും കിട്ടിയ അവസരമാണ്, കുറേ കാലം കഴിഞ്ഞിട്ട്. അത് നിങ്ങൾക്കൊക്കെ ഇപ്പം നിങ്ങളൊക്കെ ലക്കിയാണ്. അതുകൊണ്ട് തന്നെ ആ അവസരം ഉപയോഗിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. ഞാനും എൻ്റെ ഉപ്പയും ഉമ്മയും കൂടെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 3 weeks ബാക്ക് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നോമ്പിന് മുമ്പാണ്, പഠിക്കണ്ട, ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഉമ്മ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് വർക്ക് ചെയ്ത ഒരു ഇത്തുണ്ട്, ആ ഇത്താനൊന്ന് ഫോൺ ചെയ്തു. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 2-2:30 മണിയായിട്ടുണ്ടാവും. ഡൈനിങ് ടേബിൾ മോൾ ഇരിക്കുമ്പോഴാണ് വിളിച്ചത്. അപ്പം വിളിച്ചപ്പോൾ ഈ താത്ത നമ്മളോട് കുറേ കാലം മുമ്പ് വർക്ക് ചെയ്തതാണ്, 10 വർഷം മുമ്പ് നമ്മളോട് വർക്ക് ചെയ്തതാണ്. വീട്ടിൽ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളായിരുന്നു. ഈ ഇത്താൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇത്തക്ക് ഒരു സ്പെഷ്യൽ കിഡ് ഉണ്ട്. മാത്രമല്ല ഭർത്താവ് ഉപേക്ഷിച്ച ഒരു ഇത്തയാണ്, പക്ഷെ വയസ്സായ ഇത്തയാണ്. അപ്പം ഉമ്മ വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ വാങ്ങിച്ചു. ഞാൻ താത്താണ്ട് ചോദിച്ചു, താത്ത എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു.
ഈ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പം താത്ത കരയാൻ തുടങ്ങി. താത്ത കരഞ്ഞത് ഒരിക്കലും ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടല്ല. താത്ത ഭക്ഷണം കഴിച്ചിരുന്നു. മാത്രമല്ല 1 മാസം കഴിക്കാനുള്ള ഭക്ഷണം കിറ്റ് താത്തൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ താത്ത കരഞ്ഞത് അവിടെ താത്താനെ പറ്റി ചിന്തിക്കാൻ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാൻ ഒരു ഫോൺ നമ്പർ ഉണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമായി. കഥ എനിക്ക് ഇഷ്ടമായോ? പക്ഷെ കഥയുടെ ട്വിസ്റ്റ് വന്നിട്ടില്ല. കഥ വരുന്നേ ഉള്ളൂ. ഈ കഥ ലോകത്തോട് പറയണ്ടേ അല്ലേ? അങ്ങനെ ഞാൻ എൻ്റെ ടീമുമായിട്ട് വർക്ക് ചെയ്ത് ഈ കഥ ലോകത്തോട് പറയണം എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടാക്കി. ഇതൊരു 3 ആഴ്ച മുമ്പുള്ള സംഭവമാണ്. 1,00,000 ആളുകളെടുത്തെങ്കിലും ഈ കഥ എത്തിക്കണമെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി ഞങ്ങൾ ഈ കഥ ഉണ്ടാക്കി. ഈ കഥ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കി. ലോക്ക്ഡൗൺ ടൈമിൽ ഒരു വീഡിയോ ഉണ്ടാക്കി. എന്നിട്ട് കഥ ലോകത്തോട് പറഞ്ഞു. ഞാൻ ആ വീഡിയോ എനിക്കൊന്ന് കാണിക്കാം. സ്ക്രീൻ കാണുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, കേട്ടോളൂ. ഹലോ. ഹലോ ടീച്ചർ, ഞാൻ സുനിലാണ്. 10th B 2005 ബാച്ച്. സുനിൽ കുമാർ. ആ, സുനിൽ കുമാർ. എന്താണ് മോനെ വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു ടീച്ചറാ. ഓ, അങ്ങനെയൊക്കെ പോകുന്നു. എന്തെങ്കിലും വിശേഷിച്ച്? ഒന്നുമില്ല ടീച്ചർ. പൈപ്പിലെ വെള്ളം കുടിച്ച് വിശപ്പടക്കി ഇരുന്ന എന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. ടീച്ചർ അന്നത് കണ്ടതിൽ പിന്നെ എനിക്ക് വിശന്നിരിക്കേണ്ടി വന്നിട്ടില്ല. ടീച്ചർ ടീച്ചർ കഴിച്ചോ? താങ്ക് യു മോനെ. നീ കഴിച്ചോ എന്ന വാക്കുകളിൽ ഒരമ്മ നിങ്ങളോട് പറയുന്നത് ഐ ലവ് യു എന്നാണ്. നമുക്ക് ചുറ്റുമുള്ളവരോട് നാം അതേ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത് കരുതലാണ്, അനുകമ്പയാണ്, മാതൃസ്നേഹമാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പ്രായമായ അയൽക്കാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ വിളിക്കുക. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുവെന്ന് അവരെ അറിയിക്കുക. അത് മുന്നോട്ട് നോക്കാനാണ് കാലം നമ്മോട് ആവശ്യപ്പെടുന്നത്, അല്ലേ? ഭാവിയെ സംബന്ധിച്ച് പോസിറ്റീവ് ചിന്തകൾക്കാണ് നമ്മൾ മുന്നോട്ട് നോക്കുന്നത്. ആ പോസിറ്റീവ് ചിന്തകൾക്ക് മുന്നോട്ട് നോക്കുന്നത് തന്നെയാണ് നല്ലത്. ബട്ട് നമ്മൾ മുന്നോട്ട് നോക്കുന്നതിനോടൊപ്പം പിന്നോട്ട് കൂടി നോക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്. അത് പിന്നിട്ട വഴികളിൽ നമ്മെ പിടിച്ചു കയറ്റിയ പലരുണ്ട്, നമുക്ക് സാന്ത്വനമേകിയ പലരുണ്ട്. ഒരു നിമിഷമെങ്കിലും അവർ ഓർക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത്. ഞാൻ സമ്മറൈസ് ചെയ്യാം ഞാൻ പറഞ്ഞ പോയിന്റ്സ്. 1, നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്താണ്, നല്ല ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ. 2, നമ്മൾ ലൈഫിൽ പർപ്പസും സ്വപ്നവും പ്ലാനിങ്ങും ആ പ്ലാനിൻ്റെ കറക്ഷനും റീപ്ലാനിങ്ങും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 3, നമ്മൾ മുന്നോട്ട് നോക്കുമ്പം കൂടെ തന്നെ പുറകോട്ട് നോക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഫ്രം മൈ സൈഡ്, ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് ടു ഡു സംതിങ് ഇൻ യുവർ ലൈഫ്, അതായത് നിങ്ങളുടെ ലൈഫിൽ
എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പാഷനേറ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് അതിനൊരു പാഷൻ ഉണ്ടെങ്കിൽ, ഡോണ്ട് വെയിറ്റ് ഫോർ ടുമോറോ, ഡു ഇറ്റ് ടുഡേ. ഇന്ന് അതായിരിക്കണം നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ. നിങ്ങളുടെ പ്ലാൻ എഴുതി വെക്കുക. എന്നിട്ട് ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ആവണം എന്നുള്ളത് നിങ്ങൾ ഇന്ന് എഴുതി വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാവട്ടെ ഇന്നത്തെ നിങ്ങളെടുക്കുന്ന നിങ്ങളോട് ടേക്ക് അവേ. റൈറ്റ് ഡൗൺ യുവർ പ്ലാൻ ആൻഡ് ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് ടു ഡു സംതിങ്, ഡു ഇറ്റ് ടുഡേ, ഡോണ്ട് വെയിറ്റ് ഫോർ ടുമോറോ. ജസാക്കല്ലാഹ്. താങ്ക് യു അഗൈൻ ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഗോഡ് ബ്ലസ് യു ഓൾ. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. സാധാരണ ഏറ്റവും വലിയ ഗുരു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടച്ചിങ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഈ കുട്ടിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോസിറ്റീവായ മാറ്റം വരുത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നൽകട്ടെ. ഈ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾ മുഖേന നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയ സമയം അവർക്ക് വിലപ്പെട്ടതായി തീരട്ടെ. അവരുടെ ജീവിതത്തിൽ അനുഗുണമായ മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അള്ളാഹു നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഈ രംഗത്ത് കാഴ്ചപ്പാടുകൂടി. നിങ്ങൾ വളരെ വളരെ പോസിറ്റീവാണ്. നിങ്ങളുടെ ആ ബിസിനസ് രീതി എന്ന് പറയുന്നത് കേവലം എന്ന് കാണുന്ന ബിസിനസ്സിനപ്പുറം നിങ്ങളതിനൊരു വിഭാഗത്തായി കാണുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ രംഗത്ത് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കാൻ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സർവസ്വത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം നിങ്ങൾ നൽകിയ വിലപ്പെട്ട ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ പാലിക്കുമാറാകട്ടെ. ഈ വലിയ റമദാനിൽ ഈ വലിയ നിങ്ങളുടെ ദിനമായ ഈ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് നൽകിയത് വളരെ സന്തോഷം രേഖപ്പെടുന്നു. അല്ലാഹു എല്ലാവിധ അനുഗ്രഹവും നമ്മളിലേവരും വർഷിക്കുമാറാകട്ടെ. സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.